آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. മഗ്രിബ് ബാങ്ക് വിളിക്കാൻ കുറഞ്ഞ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളതുകൊണ്ട് ആഭംഗങ്ങളില്ലാതെ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഈ മഹത്തായ ഭരണഘടനാ വഖഫ് മഹാസമ്മേളനം നൽകുന്ന ഏറ്റവും വലിയ ഐക്യ സന്ദേശം, അതിന് ആദ്യമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാനായ ശൈഖുനാ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒരു പിതാവ് പിതാവ് മരിക്കുന്നതിൻ്റെ മുമ്പായി 10 മക്കളെയും വിളിച്ചു വരുത്തി 10 മക്കളുടെ കയ്യിലും ഒരു വടി കൊടുത്തു. 10 മക്കളോടും വടി പൊട്ടിക്കാൻ പറഞ്ഞു. സെക്കൻഡുകളെ കൊണ്ട് 10 മക്കളും വടി പൊട്ടിച്ചു. ശേഷം അതേ പിതാവ് മറ്റ് 10 വടി 10 മക്കളുടെ കയ്യിൽ കൊടുത്തു. അത് 10ഉം വാങ്ങി ഒരു കയറെടുത്ത് കെട്ടി ഓരോരുത്തരും പൊട്ടിക്കാനും ശ്രമിച്ചു, സാധിച്ചില്ല. 10 മക്കളും ഒന്നിച്ച് ശ്രമിച്ചു, സാധിച്ചില്ല. പിതാവ് പറഞ്ഞു, എൻ്റെ ശേഷം ഇതുപോലെ നിങ്ങൾ ചിന്നിച്ചിതറി നിന്നാൽ, നേരത്തെ നിന്ന പോലെയാണെങ്കിൽ നിങ്ങൾ നിഷ്കാഷൻ ചെയ്യാൻ എല്ലാവർക്കും കഴിയും. അതേ സ്ഥാനത്ത് രണ്ടാമതുപോലെ ഏകീകരിച്ച് ഒന്നിച്ചു നിന്നാൽ നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല. നല്ലൊരു ബോർഡിൽ 10 ഇടത്ത് 10 വര 10 രൂപത്തിലിട്ടാൽ നിങ്ങൾ ബോർഡ് വൃത്തികേടാക്കി എന്ന് പറയും. അതേ സ്ഥാനത്ത് ആ 10 വര, അതേ ബോർഡ്, അതേ ചോക്ക് ലൈൻ ഒപ്പിച്ചാണെങ്കിൽ നിങ്ങൾ വായിക്കുക, ഒറ്റ 10, 100, 1000, 10000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി, 10 കോടി, 100 കോടി, 1 ബില്യൺ, അഥവാ 111 കോടി 11,11,111. ഇവിടെ ഈ മൂല്യം കൂടിയത് ഈ ഒത്തൊരുമയാണ്, ഈ കൂട്ടായ്മയാണ്. ഇവിടെയാണ് നമുക്ക് ഇന്ന് അനിവാര്യമാകുന്നത്. ഇന്ന് ഒരു സംഭവം ഓർക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഇജാബയിൽ സ്വഹാബത്തോട് ഒന്നിച്ച് കയറി. തഹിയ്യത്ത് നിസ്കാരം സാധാരണ കവിഞ്ഞ് കുറേ സമയം സുജൂദിൽ ചിലവഴിക്കുന്നു. സ്വഹാബത്ത് പരിഭ്രമിച്ചു, എന്തു സംഭവിച്ചോ, എന്താണ് തലയിൽ ഉയർത്താത്തത്? കുറേ സമയങ്ങൾക്ക് ശേഷം തല ഉയർത്തി അവിടെ നിന്ന് അന്വേഷിച്ചു, എന്താണ് സംഭവിച്ചത്. സ്വല്ലൈത്തുൽ യൗം സ്വലാത്തൻ ദാത റഗ്ബത്തിൻ വറഹ്ബ. തങ്ങൾ ഇക്കാലം വരെ സ്വല്ലൈത്തുല്ലം തുസല്ലി ഹൈലൽ ആൻ, കാലമത്രയും തങ്ങൾ നിസ്കരിക്കാത്ത നിസ്കാരമാണല്ലോ നിസ്കരിച്ചത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ സ്വല്ലൈത്തുൽ യൗമ സ്വലാത്തൻ ദാത റഗ്ബത്തിൻ വറഹ്ബ, കാലമത്രയും നിസ്കരിക്കാത്ത നിസ്കാരമാണ്. ഇന്ന് വലിയ സന്തോഷമുണ്ട്, ദുഃഖവുമുണ്ട്, സുഖദുഃഖ സമ്മിശ്രമാണ്. എന്താണ് വിശദീകരിക്കുന്നു. സഅൽതു റബ്ബി അസ്സ വജല്ല തലാസ ഫഅതാനി മിൻഹാ ഇത്നതൈൻ വമനഅ മിൻഹാ വാഹിദ. ഈ നിസ്കാരത്തിൽ സുജൂദിൽ 3 പ്രമേയം റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. 2 കാര്യം എനിക്ക് അനുവദിച്ചു, 1 കാര്യം എനിക്ക് അനുവദിച്ചില്ല. എന്താണ് ആവശ്യപ്പെട്ടത്? അവിടുത്തെ കുടുംബത്തിന്റെ കാര്യമല്ല, നാടിന്റെ കാര്യമല്ല, മറിച്ച് എന്റെയും നിങ്ങളുടെയും കാര്യമാണ്. ഈ ഉമ്മത്തിന് മുമ്പ് ധാരാളം ഉമ്മത്തുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിലൂടെ ആ ഉമ്മത്തിനെ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. ചില ഭൂകമ്പത്തിലൂടെ, ചിലരുടെ തീക്കാറ്റിലൂടെ. അങ്ങനെ ഉമ്മത്തെ നശിപ്പിക്കല്ല അള്ളാഹു അനുവദിച്ചു. രണ്ടാമത് ആവശ്യപ്പെട്ടത്, എൻ്റെ ഉമ്മത്തിന് ഇതര കക്ഷികളെ കൊണ്ട് നശിപ്പിക്കല്ല അതും അള്ളാഹു അംഗീകരിച്ചു. മൂന്നാമത് ചോദിച്ചത്, എൻ്റെ ഉമ്മത്തിനെ ഈ ഉമ്മത്തിനെ കൊണ്ട് നശിപ്പിക്കല്ല അല്ലാ യജ്അല ബഅ്സഹും ബൈനഹും. അള്ളാഹു പ്രതികരിച്ചു, നബിയെ അത് ചോദിക്കരുത്, അത് വളരെ സിമ്പിളല്ലേ. ഇന്ന് ഈ ഉമ്മത്ത് അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ ഇടയിലുള്ള ഐക്യവും ഭിന്നിപ്പുമാണ്. ഏതാണെങ്കിലും ഈ ഐക്യം ഒത്തൊരുമ ഏതെല്ലാവർക്കും മാതൃകയാണ്. ഇവിടെ ഭരണഘടനാ സംരക്ഷണം, വഖഫ് സംരക്ഷണം. എന്താണ് വഖഫ്? എന്തിനാണ് വഖഫ്? ഇസ്ലാമിൽ ധാരാളം മത, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ അഖില മേഖലകളിലും എല്ലാ നന്മകളും പ്രതിദാനം ചെയ്യുന്ന ഒരു തത്വ സംഹിതയാണ് ഇസ്ലാം. അതിൽ മതസ്ഥാപനങ്ങൾ മാത്രമല്ല, ജീവകാരുണ്യ മേഖലകളിൽ സഹോദര സമുദായങ്ങൾ അല്ലെങ്കിൽ മറ്റ് മനുഷ്യേതര ജീവജാലങ്ങൾ, ഇവർക്കെല്ലാം വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, പഠിപ്പിക്കുക, ശുശ്രൂഷിക്കുക,
പരിപാലിക്കുക, ഇതെല്ലാം അനിവാര്യമാണ്. ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇതെല്ലാം ഭീമമായ സംഖ്യ ആവശ്യം വരും. അതിൻ്റെ ഫണ്ട് സമാഹരണത്തിന് ചൂഷണം അനുവദിക്കുന്നില്ല, പലിശ അനുവദിക്കുന്നില്ല. അതെല്ലാം പല ചൂഷണങ്ങളുമുണ്ട്. മറിച്ച് അതിനാണ് സക്കാത്ത്, സ്വതക്ക, വഖഫ്. വഖഫിലൂടെയാണ് കുടുംബം സംരക്ഷിക്കാൻ, നാട് സംരക്ഷിക്കാൻ, സമൂഹം സംരക്ഷിക്കാൻ. ഇസ്ലാമിൽ ആദ്യമായി നടന്ന വഖഫാണ്. മഹാൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖൈബറിൽ നിന്ന് ലഭിച്ച ഏറ്റവും വിലപ്പെട്ട ഭൂമി. അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഖഫാണ് ഒന്നാമത്തേത്. അതുപോലെ തന്നെ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം കാണുന്ന ഹദീസിൽ കാണാം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ വഖഫ് ചെയ്താലല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥ വിജയം കൈവരിക്കാൻ കഴിയില്ല. നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, എന്തെങ്കിലും ഒരു ചെറിയ കഴിവുണ്ടെങ്കിൽ എല്ലാ സ്വഹാബിമാരും വഖഫ് ചെയ്തിരുന്നു. അതിൽ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീനയിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറുഹ തോട്ടം, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട്, തിരുദൂതരെ അങ്ങേക്ക് ഞാൻ തന്നിരിക്കുന്നു, അങ്ങയുടെ ഇഷ്ടത്തിന് അത് ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കുടുംബങ്ങൾക്കാവട്ടെ അത് എന്നാണ് പറയുന്നത്. പള്ളികൾ വേണം, മദ്രസകൾ വേണം, സ്ഥാപനങ്ങൾ വേണം. അതുപോലെ 4400 വരുന്ന സ്വഹാബത്തിന് വീടുകളില്ല, അവർക്ക് ജീവിക്കാൻ മാർഗങ്ങളില്ല. അപ്പോഴും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിക്കുന്നത് കുടുംബത്തെ സംരക്ഷിക്കാൻ. ആ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠാനുജന്മാര് മാത്രമല്ല, എൻ്റെ എളാപ്പ മൂത്താപ്പമാരുടെ മക്കൾ മാത്രമല്ല, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ മഹാൻ അബൂ തൽഹത്തുൽ അൻസാർ റളിയല്ലാഹു തങ്ങളുമായി സംഗമിക്കുന്നത് 6ാമത്തെ ഉപ്പാപ്പയിൽ 3ാമത്തെ ഉപ്പാപ്പയിലാണ്. അപ്പൊ കുടുംബ സംരക്ഷണം, ആ കുടുംബത്തിനെ നന്നായി പരിപാലിക്കണം, എല്ലാവരും പരിപാലിക്കണം. ഇവിടെയാണ് ആദർശബന്ധിത ഐക്യത്തോടുകൂടെ ഈ ഐക്യ സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ പ്രത്യേകത അതാണ്. ആദർശബന്ധിത ഐക്യമെന്ന് പറയാൻ കാരണം, ഇതുപോലുള്ള വിഷയത്തിൽ ആദർശങ്ങളുമായി ഒന്നിക്കാത്തവർ എങ്ങനെയാണ് ഐക്യപ്പെടുക? മക്ബറകളിലേക്കായിരിക്കും കുറെ വഖഫുകൾ ഉണ്ടാകുക, കുറെ വഖഫുകൾ മൗലൂദ് ഓതാനായിരിക്കും, കുറെ വഖഫുകൾ ഈ റാത്തീബ് ചെല്ലാനായിരിക്കും. ഇവിടങ്ങളിലൊക്കെയുള്ള വഖഫുകൾ ഒരു ഭാഗം മക്ബറ വിളിക്കണമെന്ന് പറയുമ്പോൾ, ഒരു ഭാഗം റാത്തീബ് ചെല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അവരുമായി എങ്ങനെയാണ് വഖഫ് സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് സംഗമിക്കാൻ കഴിയുക? ഇവിടെ 4 ജംഇയ്യത്തുൽ ഉലമായുടെയും വഖഫ് സംരക്ഷണത്തിന്റെ വിഷയത്തിൽ, ആദർശത്തിന്റെ വിഷയത്തിൽ ഒന്നിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, വഖഫ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മുഗൾ ചക്രവർത്തിമാർ നമുക്ക് ധാരാളം വഖഫുകൾ, ആ വഖഫുകളുടെ കണക്കുകളെല്ലാം കേൾക്കുമ്പോൾ നെട്ടിപ്പോകും. ഇവിടെ പലരും ഭരിച്ചു, അവരെല്ലാം വഖഫുകൾ സംരക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ വന്ന ഭേദഗതി ബില്ല് മുസ്ലിമീങ്ങളുടെ പുരാതനമായ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള വഖഫുകളെല്ലാം അത് പിടിച്ചടക്കാനുള്ള, അത് മറ്റ് വിഭാഗത്തിൽ പിടിച്ചടക്കാനുള്ള ചില പോംവഴികളാണ്. ഇതിൽ പ്രതിഷേധിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിന് എന്നല്ല, ഒരു മനസ്സാക്ഷിക്ക് ഇന്ത്യയിലുള്ള ഈ 144 കോടികളും സത്യാന്വേഷികളാണോ അവർക്ക് കഴിയാതിരിക്കുകയില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്, ഇവിടുത്തെ കോടതിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ഇവിടുത്തെ ഭരണഘടന ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഇവിടുത്തെ ഭരണഘടന ഞങ്ങൾക്ക് സമാധാനം നൽകുന്നതാണ്, സ്വാതന്ത്ര്യം നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഭരണഘടന സംരക്ഷിച്ചേ പറ്റൂ എന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സുപ്രീം കോർട്ടിൽ ഇൻഷാ അല്ലാഹ് താൽക്കാലികമാണെങ്കിലും ഒരു ചെറിയ അനുകൂല വിധിയുണ്ട്. ഞങ്ങൾക്ക് എന്തായിരുന്നാലും അനുകൂലമായ വിധി, ഇതിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കലോടുകൂടെ ഇന്ത്യയുടെ എല്ലാ മുക്കുമൂലകളിലും വഖഫ് സംരക്ഷിക്കപ്പെടണം. വഖഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ സ്വത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ലാ യഹ്സുലുൽ മത്ലൂബ് ഇല്ലാ ബിൽ ഇൻഫാഖിൽ മഹ്ബൂബ് എന്ന് മഹാനായ തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാവുന്നത് പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൊടുക്കുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലഭിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഖൈബറിലെ സ്വത്താണെങ്കിൽ, അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറുഹ ആണെങ്കിൽ, അങ്ങനെ കൊടുത്തത് അതിൻ്റെതായ രൂപത്തിലല്ല എങ്കിൽ അവരുടെ മനസ്സാക്ഷിയോട് എത്രമാത്രം വേദനിപ്പിക്കലാണ് ആ കുടുംബത്തോട്. അതതിനെ കുറിച്ച് അറിയാവുന്നവരായിരിക്കണം. ഒരു ഹോട്ടൽ വിജയിക്കണമെങ്കിൽ, ഒരു ഹോസ്പിറ്റൽ വിജയിക്കണമെങ്കിൽ അതിൻ്റെ MD ഓണർ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെന്റ് അതിനെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ളവരായിരിക്കണം.
എല്ലാതിലും അത് പരാജയപ്പെടും എന്ന പോലെ വഖഫ് നിയമങ്ങളെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളുകളായിരിക്കണം. അത് മുസ്ലിമായാൽ മാത്രം പോരാ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുസ്ലിമീങ്ങൾ തന്നെ വഖഫിനോട് ആദരവും സ്നേഹവും നന്നായി കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം. ഇവിടെ വഖഫുകൾ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ച് ആ വഖഫുകളെല്ലാം അതിൻ്റെതായ വിലക്ക് അതിൻ്റെതായ അടിസ്ഥാന തത്വങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങൾ ദരിദ്രരുണ്ടാവില്ല, മുസ്ലിമീങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവില്ല എന്നാണ് വസ്തുത. അപ്പൊ ആയതുകൊണ്ട് ഈ നിയമങ്ങൾ തീർത്തും വഖഫിന്റെ സ്ഥാപിത ലക്ഷ്യം എന്താണോ, അതിന് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതിയ നിയമങ്ങൾ എന്താണോ അതിന് ഘടകവിരുദ്ധമാണ്, അതിന് തീർത്തും വിരുദ്ധമാണ്. അത് ലോകമെമ്പാടുമുള്ള എല്ലാവരും സമ്മതിക്കുന്ന വസ്തുതയാണ്. അതിനു വേണ്ടി ഇനി നമ്മുടെ മുമ്പിൽ സുപ്രീം കോർട്ടില് പൂർണ്ണമായും അതിന് എല്ലാവരും സഹകരിച്ച് അതോടുകൂടെ തന്നെ ഭരണകൂടം ഒന്ന് കണ്ണു തുറക്കുക. ഭരണകൂടം പലപ്പോഴും ബില്ല് മാറ്റിയതെല്ലാം ചരിത്രങ്ങളിലുണ്ടല്ലോ. ഞങ്ങൾ ഇതിന് എല്ലാ അർത്ഥത്തിലും ഈ വഖഫ് ഭേദഗതി ബില്ലിലെ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ഞങ്ങൾക്കിതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഉച്ചൈത്തരം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾക്ക് സമാധാനം ഇവിടെ വേണം. ഞങ്ങൾക്ക് മതസ്വാതന്ത്ര്യം ഞങ്ങളുടെ ഭരണഘടന നൽകിയതാണ്. ഞങ്ങളുടെ പൂർവീകർ, അവരുടെ ധാരാളം രക്തസാക്ഷികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് അവരുടെ മക്കളെ അനാഥകളാക്കി, അവരുടെ ഭാര്യമാരെ വിധവകളാക്കി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം നമുക്ക് സംരക്ഷിക്കപ്പെടണം, ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് മാത്രം അവകാശപ്പെട്ടുകൊണ്ട് വളരെ തിരക്കുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാലുടൻ വേദിയിൽ പ്രൗഢമായ പ്രഭാഷണങ്ങൾ നടക്കുന്നു.